സാരിയോട് കമ്പമില്ലാത്ത സ്ത്രീകൾ വളരെ കുറവായിരിക്കും. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഇഷ്ടവസ്ത്രങ്ങളിലൊന്നാണ് പൊതുവെ സാരി. സ്ത്രീകളെ സാരി ഉടുത്ത് കാണുന്നതിൽ ഒരു പ്രത്യേക ഭംഗിയാണ് എന്ന പൊതു സംസാരവുമുണ്ട്. സാരി ഒരു ഇന്ത്യൻ പരമ്പരാഗത വസ്ത്രമാണെങ്കിലും ഓരോ കാലത്തിനനുസരിച്ചും അവയുടെ രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇന്നത്തെ ഡിസൈനർമാരും സ്റ്റൈലിസ്റ്റുകളും സാരിയെ പല രീതികളിൽ പരീക്ഷിക്കാവുന്ന ട്രെൻഡിങ് ഡ്രസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അടിമുടി മാറിയിരിക്കുന്ന ഈ ഫാഷനാണ് ടീനേജ് പിള്ളേരെ സാരിയിലേക്ക് അടുപ്പിക്കുന്നതും. എന്നാൽ സാരി ഉടുക്കുന്നതിൽ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനെയാണ് സാരി ക്യാൻസർ എന്ന് വിളിക്കുന്നത്. അരയ്ക്ക് ചുറ്റും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാൽ വരുന്ന ക്യാൻസറിനെയാണ് സാരി ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1945 ധോത്തി ക്യാൻസറിനൊപ്പമാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സാരി പോലുള്ള ഇറുകിയ വസ്ത്രങ്ങൾ അരയിൽ തുടർച്ചയായി ധരിക്കുമ്പോൾ വീക്കമുണ്ടാവുകയും പിന്നീടത് ഗുരുതരമാവുകയും ചെയ്യുന്നു. സാരിയുടെ കൂടെ അണ്ടർസ്കേർട്ട് ഇറുകിയ തരത്തിൽ തുടർച്ചയായി ധരിക്കുമ്പോൾ അരഭാഗം ഉരഞ്ഞ് അവിടെയുള്ള ചർമ്മം കറുത്ത നിറമായി മാറുകയും ത്വക്കിൽ പല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അരക്കിട്ടിലുണ്ടാകുന്ന ചർമ്മരോഗങ്ങളാണ് പിന്നീട് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. മെഡിക്കൽ ഭാഷയിൽ ഇത്തരം ക്യാൻസറിനെ സ്ക്വാമസ് സെൽ കാർസിനോമ എന്നാണ് പറയുന്നത്. സാരി മാത്രമല്ല, മുണ്ട്, ജീൻസ് എന്നിവ ഇറുകിയ തരത്തിൽ ധരിച്ചാലും സ്ക്വാമസ് സെൽ കാർസിനോമയുടെ സാധ്യതകൾ വർദ്ധിക്കുമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ഇന്ത്യയിലെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ 1% സാരി ക്യാൻസർ അഥവാ സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉയർന്ന ചൂടും ഈർപ്പവുമുള്ള സ്ഥലങ്ങളിൽ സ്ക്വാമസ് സെൽ കാർസിനോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. അരക്കെട്ടിലുണ്ടാകുന്ന ചുവന്ന പാടുകൾ, വ്രണങ്ങൾ, അരക്കെട്ടിന് സമീപമുണ്ടാകുന്ന മുഴകൾ എന്നിവയാണ് സാരി ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇന്ത്യയുടെ വിവിധയിടങ്ങളിൽ സാരി അല്ലാതെ മറ്റൊരു വസ്ത്രവും ധരിക്കാത്ത സ്ത്രീകൾ ഇപ്പോഴുമുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അത്തരം അമ്മമാരെ കാണാൻ കഴിയും. സാരി ധരിക്കുന്നതിൽ അത്രയും കംഫർട്ടായിട്ടുള്ളവരെ പെട്ടെന്ന് ആ വേഷത്തിൽ നിന്ന് മാറാൻ നിർബന്ധിക്കാനും കഴിയില്ല. എന്നാൽ ഇവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ നമുക്ക് സാധിക്കും. സിന്തറ്റിക് പോലുള്ള തുണിത്തരങ്ങൾ കൊണ്ടുള്ള സാരികൾ കൂടുതൽ നേരം അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയിൽ ധരിക്കുകയാണെങ്കിൽ അവ ചർമ്മത്തിൽ അലർജികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടി കുറഞ്ഞ ചർമ്മത്തിന് അലർജികൾ ഉണ്ടാക്കാത്ത തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അരക്കെട്ടിന് ചുറ്റും മുറുക്കി ഉടുക്കാതെ അയവുള്ള അണ്ടർസ്കേർട്ടുകൾ ധരിച്ച് സാരി ഉടുക്കുന്നത് ഉത്തമമായിരിക്കും. ശരീരത്തിൽ ഇറുകി പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും.